ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുനമ്പം വിവാദ ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. ആതുര ശുശ്രൂഷകർ ആരാച്ചാർമാരാകുന്ന കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ട്രാൻസ്ജെൻഡർ ഷാലു കൊലക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതായി പുനർജനി പ്രസിഡന്റ് സിസിലി ജോർജ്. കോവിഡ് കാലത്തിനു ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. എട്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മുനമ്പം വിവാദ ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. ഭൂമി കയ്യേറ്റം തടയാൻ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റും വഖഫ് ബോർഡും തയ്യാറാകണമെന്നും ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ കാരന്തൂർ ആവശ്യപ്പെട്ടു. ഫാറൂഖ് കോളേജ് വിറ്റതാണ് ഏറ്റവും വലിയ കാരണം. വഖഫ് ബോർഡിന്റെ കൺസെന്റ് പോലും വാങ്ങിയില്ല. വഖഫ് ബോർഡ് അറിയാതെ ഒന്നും പാടില്ലാത്തതാണ്. അപ്പൊ വഖഫ് ബോർഡിന് അറിഞ്ഞില്ല. വഖഫ് ബോർഡ് എന്നിട്ട് ഇടപെട്ടു. 2019 മെയ് 20-ാം തീയതി 2019 മെയ് 20-ാം തീയതി റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വഖഫ് ബോർഡ് ഫുൾ കോറം തീരുമാനിക്കുന്നു. മുനമ്പം ബീച്ചിലെ 404.76 ഏക്കർ ഭൂമി അത് ശുദ്ധമായ വഖഫ് ഭൂമിയാണ്. അത് സംരക്ഷിക്കപ്പെടുന്നതാണ്. ഫാറൂഖ് കോളേജിന് സർക്കുലർ കൊടുത്തു. നികുതി അടച്ച് സംരക്ഷിച്ച് സമുദായത്തിന്റെ മുതലാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതാണ്. ആ നിലക്ക് അത് സംരക്ഷിച്ച് പോരേണ്ടതായിരുന്നു. ചെറായി മുനമ്പം വഖഫ് ഭൂമി തന്നെ എന്നതിന് രേഖകളും കോടതി വിധികളും പിൻബലം നൽകുന്നുണ്ടെന്ന് വഖഫ് സംരക്ഷണ സമിതി. പവിത്രമായ വഖഫ് ഭൂമി അന്യാധീനപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടുനിൽക്കരുത് എന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏതാനും മതസംഘടനകളെ സ്വാധീനിച്ച് വഖഫ് ചെയ്ത പാവനമായ വഖഫ് ഭൂമി കയ്യേറ്റക്കാർക്ക് അനുകൂലമായി വിധി എഴുതാൻ രാഷ്ട്രീയ പാർട്ടികൾ ആവേശം കാണിക്കുന്നത് സമുദായദ്രോഹവും വരാനിരിക്കുന്ന വഖഫ് ബില്ലിനേക്കാളും ക്രൂരവുമാണെന്നും അഖില കേരള വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വഖഫ് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ബിഷപ്പിനെ കണ്ടത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ കാരന്തൂർ, പ്രൊഫസർ ഡോക്ടർ കോയക്കുട്ടി ഫാറൂഖി, ഇസ്മയിൽ കുട്ടി, മാമുക്കോയ ഹാജി, മുസ്തഫ പെരുമുഖം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആതുര ശുശ്രൂഷകർ ആരാച്ചാർമാരാകുന്ന കാഴ്ചയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെ ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ നടത്തുന്ന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിനെതിരെ ബിജെപി ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ സത്യാഗ്രഹ സമരം നടത്തി. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. പ്രഗത്ഭരായ ഡോക്ടർമാരെ പോലും ഭരിക്കുന്ന മാഫിയ സംഘം ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അവരാണ് ആശുപത്രിയിലെ ദൈനംദിന കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നത്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം പോലും നിയന്ത്രിക്കുന്നതും അവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആരോഗ്യമന്ത്രിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്നും മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ആളില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. ഒരു മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണം. ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കണം.
ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇതിലൊന്നും തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കില്ല, ഇതെല്ലാം നിങ്ങൾ റിയാസ് മന്ത്രിയോട് പറയണം എന്നൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞാൽ പിന്നെ അവർ ആ കസേരയിരിക്കുന്നതിനാണ്. അവരെ കൊണ്ട് പിന്നെ എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ആശുപത്രിയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പല്ല. മന്ത്രി റിയാസ് തീരുമാനമെടുക്കുന്നു പറഞ്ഞാൽ വ്യക്തിപരമല്ല, CPM-ന്റെ ഒരു ഫ്രാക്ഷനാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവിടെ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വന്നിട്ടുള്ള ഒരാളെ തല്ലി കൊല്ലാനാക്കിയപ്പോ അതിന് നേതൃത്വം കൊടുത്ത ക്രിമിനൽ കുറ്റവാളികളെ സംരക്ഷിച്ചത് CPM ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിണാരി അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം KP ശ്രീശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി M മോഹനൻ, KV സുധീർ, രമ്യ മുരളി, ശശിധരൻ നാരങ്ങയിൽ, KP വിജയലക്ഷ്മി, P രമണിഭായി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോവിഡ് കാലത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. CSCOയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റിച്ചിറ MM സ്കൂളിലായിരുന്നു മെഗാ മെഡിക്കൽ ക്യാമ്പ്. 500ഓളം പേർ രോഗനിർണയം നടത്തി. പ്രാഥമിക ചികിത്സയും മരുന്നും സൗജന്യമായി നൽകി. ക്യാമ്പ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്ക് CSCO ചെയ്യുന്ന സേവനം മാതൃകാപരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കായിക കലാരംഗത്ത് വലിയ മാറ്റമാണ് അതിനുശേഷം സംജാതമായിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളിൽ ഒരു പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പലതരം കൂട്ടായ്മകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ രോഗങ്ങളെ മുൻകൂട്ടി നിർവഹിക്കാൻ കഴിയുന്ന ഇത്തരം ക്യാമ്പുകൾ അനുഗ്രഹമാകട്ടെ. ചടങ്ങിൽ CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയകിഷ് ജയരാജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് സുഭാഷ്, T ജോൺ ബോസ്കോ, CPM സയ്യിദ് അഹമ്മദ്, PP അബ്ദുള്ള കോയ, PV യൂനൂസ്, SM സാലു, K നൌഷാദ് അലി തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രാൻസ്ജെൻഡർ ഷാലു കൊലക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി പുനർജനി പ്രസിഡന്റ് സിസിലി ജോർജ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്നും സിസിലി പറഞ്ഞു. CBIക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അന്ന് കൊല്ലപ്പെട്ട സമയത്ത് കൊലയാളി അയാളുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഷ്വൽ അതിനകത്ത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വർഷമായിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ 6-7 തവണ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് മീറ്റിങ്ങുകളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമാണ് നമ്മളിപ്പോൾ ഒരു ഹർജി വച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് നമ്മൾ ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. ലീഗൽ സെൽ അതോറിറ്റി വഴിയാണ് വെച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ CBIക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. പുനർജനി കൾച്ചറൽ സൊസൈറ്റി കാലിക്കറ്റ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ LICയും GICയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാർ നവംബർ 21 മാനാഞ്ചിറ സരോജ് ഭവനിൽ നടക്കും. LIC മാനേജർ അബ്ദുൽ നഹാസ് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായാണ് LICയും GICയും ട്രാൻസ് സമൂഹത്തിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒരുക്കുന്നതെന്ന് പുനർജനി ഫൗണ്ടർ സിസിലി ജോർജ് പറഞ്ഞു. LGBT കമ്മ്യൂണിറ്റിയിൽ പെട്ട മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ LIC GIC വഴി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് അവരെ ഒരു പരിരക്ഷയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് ഈ വരുന്ന 21-ാം തീയതി നമ്മുടെ സരോജ് ഭവൻ, ഈ മുതലപ്പുറത്ത് സരോജ് ഭവനിൽ വെച്ച് ഒരു സെമിനാർ കൂടുന്നുണ്ട്. 12:30 മണിക്ക്, വ്യാഴാഴ്ചയാണ്. വാർത്താ സമ്മേളനത്തിൽ ദീപ റാണി, ഷെറിൻ, ആഷ്മി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chemanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറൂഖ് കോളേജ് FC റണ്ണേഴ്സ് സംഘടിപ്പിച്ച ഫെറോ മിനി മാരത്തണിൽ കോഴിക്കോട് സ്വദേശി M നബീൽ സാഹി ഒന്നാമതെത്തി. വയനാട് സ്വദേശി C അജ്മൽ, കൊല്ലം സ്വദേശി K അതുൽ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വനിതാ വിഭാഗത്തിൽ P നസ്രീൻ, K അനുശ്രീ, M നിഹാരിക എന്നിവരാണ് ജേതാക്കൾ. എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫെറോ മിനി മാരത്തണിൽ 600ഓളം പേർ പങ്കെടുത്തു. മുൻ സന്തോഷ് ട്രോഫി താരം K അഷറഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. K സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഫെറോ റൺ മുഖ്യ പ്രായോജകർ പാരിസൺസ് MD MK മുഹമ്മദ് അലി സമ്മാനദാനം നടത്തി. രാമനാട്ടുകര നഗരസഭാ ഉപാധ്യക്ഷൻ K സുരേഷ്, വാഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ, പഞ്ചായത്ത് അംഗം സജിന മലയിൽ, ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K ആയിഷ സ്വപ്ന, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ A കുട്ടിയാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആം റെസ്ലിംഗ് മത്സരത്തിൽ ഏഷ്യൻ ഗെയിംസിന് യോഗ്യത നേടിയ അക്ലീമ മഹ്ജൂബ്, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നടത്തിയ ബോംബെ ടാറ്റ മാരത്തൺ 1ാം സമ്മാനം നേടിയ P നളിനാക്ഷൻ എന്നിവരെയും ആദരിച്ചു. Prize goes to Raju, Royal Runner, clip number 2000 cash prize ആണ്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വിദ്യാഭ്യാസത്തിലെ ഗുണമേന്മകൾ മെച്ചപ്പെടുത്താൻ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇടപെടുന്നുണ്ട്, സമൂഹത്തിന്റെ വലിയ പിന്തുണയുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ഇവയെല്ലാം വളരെ സമഗ്രതയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട ഗുണനിലവാരം ലഭ്യമാക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ സബ്ജക്ട് വൈസ് ആയിട്ട് 30% മിനിമം കിട്ടണമെന്നും അത്തരം കിട്ടുന്ന ആൾക്കാരെ മാത്രം ജയിപ്പിച്ചാൽ മതി എന്നുമുള്ള ഒരു തീരുമാനം ഇത് ജിയോ ആയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 8 ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെന്നല്ല ഞങ്ങളിതുപോലുള്ള സംഘടനകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ ജാഥ നവംബർ 14 കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് ക്യാപ്റ്റനായുള്ള ജാഥ നവംബർ 20, 21 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ 20 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. 2 വാഹനങ്ങളിലായി ക്രമീകരിച്ച ജാഥ നവംബർ 20 ബുധനാഴ്ച രാവിലെ പരപ്പൻപോയിലിൽ നിന്നും പൂനൂരിൽ നിന്നും പര്യടനം ആരംഭിക്കും. ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി നവംബർ 21 വ്യാഴാഴ്ച വൈകിട്ട് കൊയിലാണ്ടിയിലും രാമനാട്ടുകരയിലും സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ വിഷയ സമിതി കൺവീനർ ഡോക്ടർ രമേശ് K, ET സുജാത, ജില്ലാ സെക്രട്ടറി VK ചന്ദ്രൻ, TP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ സെന്റർ തുറന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് HSSൽ ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 19 മുതൽ 23 വരെ കോഴിക്കോട് നഗരത്തിലെ വിവിധ വേദികളിലായി നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ സെന്റർ മലബാർ ക്രിസ്ത്യൻ കോളേജ് HSSൽ പ്രവർത്തനം തുടങ്ങി. ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോഴിക്കോട് നഗരം ഒരു സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ
യുവജനോത്സവം കൂടി ആവണം. അതുകൊണ്ട് നമ്മളതിനെ എത്രയും സവിശേഷമായ രീതിയിൽ കൊണ്ടാടേണ്ടതുണ്ട്. അതൊരു നമ്മുടെ ഒരു സ്വകാര്യവും അതേസമയം നമ്മുടെ സാംസ്കാരികവുമായ വളരെ ജനതയുടെ തന്നെ ആവശ്യവും നമ്മുടെ വ്യക്തിപരമായ ആവശ്യവും കൂടിയാണ്. അത് എല്ലാവർക്കും നിറവേറ്റാൻ കഴിയട്ടെ. അതിന് പ്രാപ്തരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഓരോരുത്തരും. അവരെല്ലാം തന്നെ പ്രതിനിധികളാണ്. അവർ പ്രതിനിധീകരിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങൾ ഇതിന് പിന്നിലുണ്ട്. എല്ലാവരും കൂടി അത് വിജയമാക്കി മാറ്റട്ടെ. മീഡിയ കമ്മിറ്റി ചെയർമാൻ ഇ.പി. മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. DDE സി മനോജ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാവനയുടെ പകർനാട്ടങ്ങൾ, ജീവിതത്തിലെ പകർനാട്ടങ്ങൾ 20 വേദികളിലായിട്ട് 5 ദിവസങ്ങളിലായിട്ട് നടത്തുക. ശില്പി ഗുരുകുലം ബാബു, മീഡിയ കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ സുബൈർ കൊളക്കാടൻ, P.K. സജിത്ത, മലബാർ ക്രിസ്ത്യൻ കോളേജ് HSS പ്രിൻസിപ്പൽ ബിന്ധ്യ മേരി ജോൺ, പ്രധാനാധ്യാപിക റെനറ്റ് ഷെറീന സെൽവരാജ്, PTA പ്രസിഡന്റ് പ്രവീൺ നായർ, PM മുഹമ്മദ് അലി, മുഹമ്മദ് ഷനൂദ്, MP ഫാസിൽ, മീഡിയ കമ്മിറ്റി കൺവീനർ PK അബ്ദുൾ സത്താർ, കോർഡിനേറ്റർ MA സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിൽ എക്കണോമിക് ഫ്രീ സോൺ സ്ഥാപിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഹമറിയ ഫ്രീ സോൺ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MDC ഭാരവാഹികൾ. പ്രസാദ് അസോസിയേറ്റ്സ്, CMA, IMSAR എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ ഹമറിയ ഫ്രീ സോൺ സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറി PI അജയൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ഹമറിയ ഫ്രീ സോൺ സാരഥികൾക്ക് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഭാരവാഹികൾ സ്വീകരണം നൽകി. നിക്ഷേപ സമാഹരണത്തിനും മലബാറിലെ കയറ്റിറക്കുമതി സുഗമമാക്കുന്നതിനും വ്യവസായ, കാർഷിക, കൈത്തറി മേഖല പുരോഗതിക്കുമായി ഈ മേഖലയിൽ എക്കണോമിക് ഫ്രീ സോൺ സ്ഥാപിക്കുന്നതിന് കേരള സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഹമറിയ ഫ്രീ സോൺ അതോറിറ്റി കൊമേഴ്ഷ്യൽ ഡയറക്ടർ അലി സയ്യിദ് അൽ ജർവാനെ MDC പ്രസിഡന്റ് C. ചാക്കുണ്ണി പൊന്നാടയണിയിച്ചു. സെയിൽസ് മാനേജർ ഒമർ റാഷിദ് അല്ലീം, ഓവർസീസ് പ്രൊമോഷൻ മാനേജർ മുഹമ്മദ് ബഷീർ, പ്രസാദ് അസോസിയേറ്റ്സ് ചെയർമാൻ CA ബ്യൂട്ടി പ്രസാദ് തുടങ്ങിയവരും സെമിനാറിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് മുന്നൊരുക്കം ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് കൂടത്തായി ഉദ്ഘാടനം ചെയ്തു. മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് മുന്നൊരുക്കം നിശ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് കൂടത്തായി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ സമ്മേളനം നടത്തി ആൾക്കൂട്ടം ഉണ്ടാക്കാവുന്നതല്ല, സംഘാടനം എന്താണെന്നുള്ളതും സംഘടനയെ അതിന്റെ രീതിയിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരം ക്യാമ്പയിനാണ് ഏറ്റവും ഉചിതമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട ഓരോ യൂണിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കാരണമായത്. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് അൻവർ ചക്കാലക്കൽ അധ്യക്ഷനായിരുന്നു. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നസീഫ് കൊടുവള്ളി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ നേതാക്കന്മാർക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരെ നമ്മൾ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയാലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. എന്താ കാരണം എന്ന് പറയും. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഇങ്ങനെ ജോണി ലൂക്കോസിനോടാ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ തൊടാൻ കഴിയില്ല, കാരണം അതിന് അടിവേര് ശക്തമാണ്. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT റൌഫ്,
പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാസിം കുന്നത്ത്, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് OK ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമേഹ പരിശോധനാ ക്യാമ്പയിനും അന്നദാനവും നടത്തി. SI TJ മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കുടുംബശ്രീ സാന്ത്വനം വളണ്ടിയേഴ്സും HAPയും സംയുക്തമായി തെരുവിലകപ്പെട്ടവർക്കായി സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പയിനും TMC വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആസ്റ്റർ മിംസ് ചാരിറ്റി അന്നദാനവും നടത്തി. SI TJ മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ PN സുശീല അധ്യക്ഷത വഹിച്ചു. TMC ചെയർമാൻ സലീം വട്ടക്കിണർ, പ്രേമൻ പറന്നാട്ടിൽ, മുനീർ മാത്തോട്ടം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഴ്ചവട്ടം HSS LP സ്കൂളുകളിലെ കായികമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിച്ചു. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ PP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും സംസ്ഥാന തലത്തിലും ഉപജില്ലാ തലത്തിലും കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ PP പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ സ്നേഹം, കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് പഠനോപകരണം നൽകുക, അവർക്ക് വസ്ത്രങ്ങൾ നൽകുക, അവരെ അതിലേക്കെല്ലാം ഉപരി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ ഇനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ PP പ്രമോദ് കുമാർ, തച്ചിലോട്ട് നാരായണൻ, NC മോയിൻകുട്ടി, ബീന പൂവത്തിൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. സ്നേഹം കൂട്ടായ്മ ചെയർമാൻ BK പ്രേമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ NC മോയിൻകുട്ടി, തച്ചിലോട്ട് നാരായണൻ, സിറ്റി ഉപജില്ല AEO മൃദുല KV, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന പൂവത്തിൽ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഓംകാരനാഥൻ, PTA പ്രസിഡന്റ് അഹമ്മദ് അസ്കർ, P സന്ധ്യ, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഹേമലത K, സ്റ്റാഫ് സെക്രട്ടറിമാരായ P അജീഷ്, ജിജേഷ് KV എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് തച്ചിലോട്ട് നാരായണൻ രചിച്ച അസ്ത്രവിദ്യ, ഇരുളർ തുടങ്ങിയ 6 പുസ്തകങ്ങൾ ആഴ്ചവട്ടം ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനമ്പം വിവാദ ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. ആതുര ശുശ്രൂഷകർ ആരാച്ചാർമാരാകുന്ന കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ട്രാൻസ്ജെൻഡർ ഷാലു കൊലക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതായി പുനർജനി പ്രസിഡന്റ് സിസിലി ജോർജ്. കോവിഡ് കാലത്തിനു ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. എട്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.